ഹായ് ഡിയേഴ്സ്, നിങ്ങൾക്ക് ദൈവം തന്ന ദാനങ്ങളെക്കുറിച്ചോർത്ത് താങ്ക് യു പറയുക. കാരണം നെഗറ്റീവ്സ് മാത്രം പറഞ്ഞാൽ ശരിയാകില്ലല്ലോ. അതുകൊണ്ട് പോസിറ്റീവിലേക്ക് കടക്കാൻ പോവുകയാണ്. കാരണം നിങ്ങളുടെ സന്തോഷം നിങ്ങൾ തന്നെ കണ്ടെത്തുന്നു. നിങ്ങളുടെ കുട്ടിയുടെ സന്തോഷം നിങ്ങൾ തന്നെ കണ്ടെത്തുന്നു. നീ അവന് അമ്മയും അപ്പനുമാണ്. നീ അതിൽ 100% വില്ലിങ് ആയതുകൊണ്ട് നിന്നെക്കൊണ്ട് അത് പറ്റും എന്ന് ഉള്ളത് കൊണ്ടുമാണ് ദൈവം നിന്നെ അതിനു വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവം ഇങ്ങനെയുള്ളൊരു ലൈഫ് നിനക്ക് തന്നിരിക്കുന്നത്. അതിനെ ഓവർകം ചെയ്തുകൊണ്ട് മുന്നേറുന്നതാണ് നിൻ്റെ വിജയം. നിന്നെക്കൊണ്ടത് പറ്റും എന്നുള്ളത് കൊണ്ടാണ് ദൈവം നിനക്ക് അങ്ങനെ ഒരു ഇടയ്ക്കിടയ്ക്ക് ശബ്ദങ്ങളൊക്കെ വണ്ടികളുടെ കേൾക്കാം, സഹകരിക്കണം. പറ്റും എന്നുള്ളത് കൊണ്ടാണ് ദൈവം നിനക്ക് അങ്ങനെ ഒരു ലൈഫ് തന്നത് എന്നോർത്ത് നീ താങ്ക് യു പറയണം. അല്ലേ സുഹൃത്തുക്കളെ? എന്നെപ്പോലെ അനുഭവമുള്ളവർ ഇതൊന്ന് കേൾക്കാൻ ശ്രമിക്കണേ. പകരം പിന്നീട് നീയുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തവർ, അതായത് ഔട്ട്സൈഡ് കിടന്ന് കളിക്കുന്നവർ, നിൻ്റെ കണ്ണും വെട്ടത്ത് കാണുന്നവർ കളിക്കുന്നത് കളിക്കട്ടെ. കാരണം അവർക്കുള്ള പങ്ക് ദൈവമല്ലേ കൊടുക്കുന്നത്, ഞാനല്ലല്ലോ. എൻ്റെ മനസ്സ് കരഞ്ഞ് വെണ്ണീറായാൽ മാത്രം മതി, ബാക്കി ദൈവം അങ്ങ് നോക്കിക്കോളും. പിന്നെ ഞാൻ ചില ഡിസിഷൻസ് എൻ്റെ ലൈഫിൽ ഇപ്പോൾ ഉടനടി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഒളിച്ചും പാത്തും നിന്ന് കേൾക്കാനും കാണാനും, ഇനിയിപ്പോൾ ഇവിടെ എങ്ങനെയാണ് വീഡിയോ ചെയ്യുന്നത്, ഇതൊക്കെയാണ് അവരുടെ അറിവ്. ഒരു ശ്വാസം പോലും വിടാതിരിക്കുന്നത് പോലെയാണ് കാണിക്കുന്നത് മൊത്തം. കാരണം എന്തിനാ? ദുഷിക്കാൻ വേണ്ടി. ദുഷിക്കാൻ അതിൻ്റെ അപ്പുറത്ത് 18 അടവും പഠിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നവരാണ് ആരാണ്? ഈ കൂട്ടർ. അതുകൊണ്ട് എനിക്കതൊന്നും കല്ലീവലി. കാരണം എനിക്ക് എൻ്റെ കാര്യങ്ങൾ തന്നെ ചെയ്തു തീർക്കാനുള്ള നേരമില്ല. അങ്ങനെ കിടന്നലയുകയാണ്. അപ്പോൾ നമ്മളെന്താ പറഞ്ഞു വരുന്നത്? അപ്പോൾ നമ്മൾ ചില ഡിസിഷൻസ് എടുത്തു വെച്ചിട്ടുണ്ട്. അതാരെയും നമ്മൾ അറിയിക്കില്ല. പകരം അത് കഴിയുമ്പോൾ ചിലർക്ക് പൊട്ടലും ചീറ്റലും മണക്കും. അപ്പോൾ എന്താണ്? ഞാൻ ഒരിക്കലും എലിയെ പേടിച്ച് ഇല്ലം ചൊടുകയല്ല. പിന്നെ പകരം പേടിച്ചോടുകയല്ല. എൻ്റെ വിജയത്തിന് ഞാൻ അങ്ങേ അറ്റം വരെ പോയിരിക്കും. അതിനു വേണ്ടി ചിലപ്പോൾ ഈ വക ടീംസ് കരുതും, രക്ഷപ്പെട്ട് ഇനി ഇവിടെ വരുന്ന അംഗങ്ങളെ ഞങ്ങൾ നന്നായിട്ട് സോപ്പിടാമെന്ന്. നടക്കൂല. അവർ ചിലപ്പോൾ ചുമ്മാ ഒന്ന് ഹായ് ബായ് തരുമായിരിക്കും. പക്ഷേ അവർ ചിലപ്പോൾ ചുമ്മാതൊന്ന് ഹായ് ബായ് തരുമായിരിക്കും. അല്ലാതെ അവർ ദൈവം തെളിയിക്കും. ദൈവം സത്യത്തിൻ്റെ മുഖം എപ്പോഴും വികൃതമായിരിക്കും. ഇപ്പോൾ അത് എനിക്ക് വികൃതമായിട്ട് വന്നിരിക്കുകയാണ്. എനിക്ക് എന്നെ തന്നെ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരാൽ. അതുകൊണ്ട് അതൊക്കെ തെളിയുന്നൊരു കാലം വരും. ഇത് അറിയാവുന്ന അറിവും വിവേകവുമുള്ളവരുടെ വീട്ടിലുള്ള ആൾക്കാർ തന്നെ ഉണ്ടെങ്കിലും അത് അവരും കളം മാറ്റി ചവിട്ടുന്നെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ദൈവം തെളിയിക്കും. അവർക്കും കൂടെ തെളിയിച്ചു കൊടുക്കും. അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ അനുഗ്രഹത്തെ ഓർത്ത് നന്ദി പറയുന്നു. പകരം അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ഇനി ആരും കഷ്ടപ്പെടണ്ട. അതായത് എൻ്റെ ഈ കുഞ്ഞിൻ്റെ അപ്പൻ പോലും കഷ്ടപ്പെടണ്ട. പ്രൊഫൈൽ പിക്ചർ ഇട്ട് ഞാൻ നോക്കുകയാണ്, പിടിക്കുകയാണ്. എന്തിന് നോക്കുന്നത് ഫുൾ ആരാണെന്നുള്ളത് എൻ്റെ ആൾക്കാർക്കറിയാം. അതുകൊണ്ട് എനിക്കറിയാം, കുഞ്ഞിനറിയാം. അവൻ ചെറുതായതുകൊണ്ട് അവനത് പറയാൻ അറിയില്ലെങ്കിലും അവൻ മാക്സിമം എല്ലാം ഗ്രാസ്പ് ചെയ്തെടുക്കുന്നൊരു കുട്ടിയാണ്. അതുകൊണ്ട് ആരെയും കാലിൽ വീഴാൻ ഇനി ഞങ്ങൾ തയ്യാറല്ല. ഇന്നലെ ഒരു തീരുമാനം എടുത്തിരുന്നു. പക്ഷെ അത് അപ്പോഴും തന്നെ പ്ലേറ്റ് മടക്കി അവിടെ താഴെ വെച്ചിട്ടുണ്ട്. ഇനി ആ ഒരു ചാപ്റ്റർ എടുക്കത്തില്ല. അത്രയേ ഉള്ളൂ. പിന്നെ ഈ കാണിക്കുന്ന ആൾക്കാർ എന്തോ കാണിച്ചോട്ടെ. എനിക്ക് ഇനി എൻ്റെ ഇഷ്ടത്തിനാണ്, എൻ്റെ കുഞ്ഞിൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ ജീവിക്കുന്നത്. എൻ്റെ കുഞ്ഞിനെ എടുത്ത് തോളിലെടുത്തിട്ട് എനിക്ക് വേറെ അവരൊക്കെ ചിന്തിക്കുന്ന രീതിയിൽ പോകേണ്ട കാര്യമില്ല. അത് ഞാൻ ചെയ്യുന്നൊരമ്മയല്ല. എന്തിനു പറഞ്ഞു? ഞാൻ എൻ്റെ മകൻ്റെ കാര്യത്തിൽ സെൽഫിഷാണ്. കാരണം എനിക്കൊരു കുഞ്ഞിനെ നഷ്ടപ്പെട്ടതുകൊണ്ടും ഞാൻ ഇവനിലെല്ലാ പ്രതീക്ഷയും വെച്ചിട്ട് ഞാൻ എൻ്റെ മകന് വേണ്ടി എന്ത് വേണമെങ്കിലും നല്ല രീതിയിൽ ചെയ്തു കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. അതിന് ഏത് രാത്രിയെന്നില്ല, പകലെന്നില്ല, 1 മണിക്കല്ല, 2 മണിക്കല്ല, 3 മണിക്കല്ല, ഏത് രാജ്യത്തും ഞാൻ അവനെ കൊണ്ടുപോകുമെന്ന് വിധി എഴുതി വച്ചിരിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് തടുക്കാൻ പറ്റുമോ ഇല്ലയോ? അതെൻ്റെ കാര്യമാണ്. ഇത്രയും ഇപ്പോൾ ഓപ്പൺ ആവാൻ ഇവിടെ സംസാരിക്കാൻ പ്രേരിപ്പിച്ചത് എൻ്റെ ഭർത്താവിൻ്റെ ടീമുകളും എന്നിലുള്ള കഴിവുകളെ എനിക്ക് പുറത്തെടുക്കാൻ പറ്റുന്നുണ്ട് ഈ അയൽ ടീമുകളുമാണ്. മുമ്പേ കണ്ണും വെട്ടത്ത് കാണുന്ന അയൽ ടീമുകളാണ്. അപ്പോൾ അവരോട് ഞാൻ ചുമ്മാതങ്ങൊരു നന്ദി അങ്ങ് പറഞ്ഞേക്കാം. കാരണം ഇരിക്കട്ടെ എന്നുള്ളത്. ഇനി വേണം പുതിയ വൈബിലെത്തിയിട്ട് വേണം എനിക്ക് പുതിയ കാര്യങ്ങൾ ക്യാപ്ചർ ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് താങ്ക് യു വെരി മച്ച്. ഇനി കളി അരങ്ങിൽ കാണാം. ഓക്കെ. അപ്പോൾ എല്ലാവരും കാത്തിരുന്നു
കാത്തിരുന്ന് കാണാം. അത്രയേ ഉള്ളൂ. വാശി കൂടിയാൽ ഉഷാറായിട്ടങ്ങ് വാശിയായി. അതുകൊണ്ട് മാനവും മര്യാദയൊക്കെ ആയിട്ട് ചെയ്യണം. ഇത് കേൾക്കുന്ന ഏത് തലയ്ക്കകത്ത് ആളുവാസമുള്ള ആൾക്കാർക്കും മനസ്സിലാവും ഒരുപാട് കിടന്ന് അനുഭവിച്ചിട്ടാണ് ഇത്രയേറെ പറയേണ്ടി വരുന്നതെന്ന്. അത്രയേ ഉള്ളൂ. അവർ പിന്നെ ഈ അയൽവക്കക്കാരെ പിന്നെ ഒരു കാലത്ത് അവരെന്നെ എൻ്റെ മുഖം മൈൻഡിൽ വരുന്നൊരു കാലം അവർക്ക് തീർച്ചയായിട്ടും വരും. ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. ആവശ്യമില്ലാത്ത കളിയിൽ കളിക്കുന്ന